എനിക്കൊന്ന് ആസാദി സിനിമയിൽ ജോയിൻ ചെയ്യാൻ വന്നപ്പോൾ ആദ്യ ഇന്റർവ്യൂ ഞാൻ എടുത്തു. കേരളത്തിലേക്ക് തിരിച്ചു വരുന്നു പറഞ്ഞു. ആ ഒരു ഭാഗ്യം നിർഭാഗ്യം എന്നാ പറയട്ടെ. ഭാഗ്യം എനിക്ക് കിട്ടിയ ആളാ. വീണ്ടും ആസാദി സിനിമയിൽ റിലീസിനെത്തിയിരിക്കുന്നു. ആസാദി സിനിമ സൂപ്പർ സിനിമയാണ്. ഞാൻ കണ്ടതുകൊണ്ട് പറയുന്നു സൂപ്പർ സിനിമയാണ്. ഇനി പ്രേക്ഷകരാണ് ഏറ്റെടുക്കേണ്ടത്. 23-ാം തീയതിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ബാക്കി എന്തൊക്കെയാണെന്നുള്ളത് നല്ല വിശേഷം. ഇനി ഒരു നല്ലൊരു പടം വരാൻ, ഇതിന് ശേഷം റൈഫിൾ ക്ലബിന് ശേഷം അടുത്തൊരു പടം വരാൻ പോകുന്നു അറിയുമ്പോൾ സന്തോഷം. അത് നല്ലൊരു ക്യാരക്ടറായിട്ട് മലയാള പ്രേക്ഷകരുടെ അടുത്തേക്ക് വീണ്ടും എത്തുമ്പോൾ വളരെ വളരെ സന്തോഷം. മലയാള സിനിമയിൽ ഒത്തിരി മാറ്റങ്ങൾ കൊണ്ടുവന്ന ഒരു നടിയാണ് ആക്ഷൻ രംഗങ്ങളിൽ. അത് മലയാളികൾ എന്നും ഇഷ്ടപ്പെടുന്ന ഒരു നടിയായിരുന്നു. പക്ഷെ ആക്ഷനിലൊക്കെ മാറി പിന്നെ ഒന്ന് മാറി വീട്ടുകാരെ ഒക്കെ നോക്കി ഒന്ന് ഒതുക്കി കൂടി പിന്നെ അവിടെയൊക്കെ അഭിനയമൊക്കെ ആയിട്ട് പിന്നെയും തിരിച്ചു വന്നിരിക്കുകയാണ്. ചേച്ചി എങ്ങനെ ഇരുന്നു ഇത്ര നാൾ ഒരു സിനിമയിൽ അഭിനയിക്കാതെ? മക്കളുടെ കാര്യം അല്ലല്ല, സിനിമയിൽ അഭിനയിച്ചില്ലെങ്കിലും സിനിമയുടെ കൂടെ തന്നെയാണ് പോകുന്നത്. സിനിമ കാണുന്നു, സിനിമയെ പറ്റിയിട്ടുള്ള വിവരങ്ങൾ അറിയുന്നു, അതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ സിനിമയേക്കാൾ സന്തോഷം തരുന്ന ഒരു ഇതായിരുന്നു കുട്ടികളായിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് അത് കുറച്ച് നാൾ മാറ്റിവെച്ചു എന്നുള്ളൂ. ആസാദിലേക്ക് എത്തുന്നത് എങ്ങനെയായിരുന്നു? ആസാദി കുറേ നാളിന് ശേഷം കുറേ കഥകൾ ഇങ്ങനെ ഓരോരുത്തർ വന്ന് വിളിച്ച് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഡയറക്ടറും അതിൻ്റെ റൈറ്ററും കൂടിയിട്ട് എന്നെ വിളിച്ചിങ്ങനെ കഥയുടെ കാര്യം പറഞ്ഞു. അപ്പം എനിക്ക് കേട്ടപ്പോൾ എനിക്കതിലൊരു നല്ലൊരു ത്രില്ലും നല്ലൊരു ട്വിസ്റ്റൊക്കെ തോന്നി. പിന്നെ ഞാൻ അഭിനയിക്കാൻ എനിക്കിഷ്ടപ്പെടുന്ന, എപ്പോഴും ബാബുവേട്ടൻ പറയും, എനിക്ക് ഈ ഫാമിലി ഒന്നും വന്നാൽ പോവില്ല, അവൾ അടിപിടി പടം, പോലീസ് ഓഫീസർ, അങ്ങനെയുള്ളൊരു പടം വന്നാലേ അവൾ ചെയ്യുള്ളൂ. അപ്പം അങ്ങനെ നോക്കിയപ്പോൾ എനിക്ക് കുറച്ച് ഇഷ്ടപ്പെട്ടു ഈ ക്യാരക്ടറിനോട്. അങ്ങനെ ചെയ്തതാണ്, ചെയ്യാന്ന് വിചാരിച്ചാണ്. എനിക്ക് തോന്നുന്നു ചേച്ചി ചെയ്തു വെച്ച സിനിമകൾ ആക്ഷൻ സിനിമകൾ സൂപ്പർ ഹിറ്റുകളായിരുന്നു. അതിപ്പം ബാബുച്ചേട്ടൻ പറഞ്ഞ വേറൊരു സിനിമയും ചെയ്തിട്ട് ചേച്ചി ചെയ്തുകൊണ്ട് ആളുകളെ ഏറ്റെടുക്കുന്നില്ല. ചേച്ചിയെ കാണുന്നത് മലയാളി പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ ലേഡീസ് കാണുന്നത് ചേച്ചി ഒരു ആക്ഷൻ ഹീറോ എന്ന നിലയിലേക്കാണ്. ആക്ഷൻ ചെയ്യുമ്പം ചേച്ചിക്ക് ഒരു ചലഞ്ച് ഉണ്ടാകാറുണ്ട്. എങ്ങനെയാണ് ആക്ഷൻ എന്ന് വെച്ചാൽ? ചലഞ്ച് അല്ല, ആക്ച്വലി ഞാൻ തെലുങ്കില് ഞാൻ ഗ്ലാമർ ക്യാരക്ടറുകൾ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിജയശാന്തി മാമാണ് ഇങ്ങനത്തെ ക്യാരക്ടർ. അപ്പോൾ തൊട്ട് തന്നെ എനിക്ക് ചെറിയൊരു ആഗ്രഹമുണ്ട് ഇതുപോലത്തെയൊക്കെ ക്യാരക്ടർ. പക്ഷെ ആ സമയത്തൊന്നും എനിക്ക് വന്നിരുന്നില്ല. പിന്നെ എനിക്ക് തോന്നുന്നു അവിടെ ചെറിയ ക്യാരക്ടറുകളൊക്കെ ഇതുപോലെ ഒരു അടിപൊളി ക്യാരക്ടറുകളൊക്കെ ചെയ്തു. പിന്നെ കിങ്ങിന് ശേഷം എനിക്ക് തോന്നുന്നു പ്രേക്ഷകർക്ക് ഇപ്പോൾ ഒരു അടിപൊളി ക്യാരക്ടറുകൾ ചെയ്യാൻ നന്നായിരിക്കുമെന്ന് തോന്നിയത് കൊണ്ടായിരിക്കാം പിന്നെ അങ്ങനത്തെ ഒരു വേഷം വന്ന് ട്രൂത്ത് ചെയ്തു. അങ്ങനെ ഇൻഡിപെൻഡൻസ്, അങ്ങനെയുള്ള ചില ക്യാരക്ടറുകൾ അങ്ങനെ വന്നതാണ്. അപ്പോൾ വിജയശാന്തി മാമിൽ നിന്നാണ് ഞാനും ആഗ്രഹിച്ച് ക്യാരക്ടർ വന്നു. അതെനിക്ക് കേരളത്തിൽ ഇങ്ങനെ ഒരു പേര് കിട്ടിയതിൽ വളരെ സന്തോഷം. അല്ല, കേരളത്തിൽ കാരണം മറ്റുള്ള ലാംഗ്വേജുകളിൽ ഇത് ഏറ്റെടുക്കാൻ തയ്യാറാണ് എല്ലാവരും. പക്ഷെ കേരളത്തിൽ ഒരു പെണ്ണ് ഫൈറ്റ് ചെയ്യുക, നടക്കാത്ത കാര്യങ്ങളൊക്കെ കേരളത്തിൽ എടുക്കാറില്ലല്ലോ. കേരളത്തിൽ വന്നപ്പോൾ എനിക്ക് സന്തോഷമുണ്ട്. ഈ കിങ്ങിന്റെ കാര്യം പറയുമ്പോൾ ആ കിങ് സിനിമയുടെ ഒരു ഹൈലൈറ്റ് ആണ് അല്ലേ വാണി വിശ്വനാഥ് എന്ന് പറഞ്ഞ ആക്ടർ. വല്ലാത്തൊരു സീനാണ്. തിയേറ്ററിൽ എഴുന്നേറ്റ് കൈയടിക്കുന്ന സീനുകളിലേക്ക് അതും ഏറ്റവും വലിയ ആളുടെ കൂടെ അഭിനയിക്കാണ്. മമ്മൂക്കാടെ ഒപ്പമാണ് നിൽക്കുന്നത്. ആ ഡയലോഗുകൾ കാരണം അപ്പൊ അഭിനയിക്കുമ്പോ അങ്ങനെ അഭിനയിച്ചു എന്നുള്ളൂ. പക്ഷെ ഇപ്പൊ ആലോചിക്കും ഞാൻ ആരുടെ കൂടെ ഈ അഭിനയിച്ചത്. അന്നെന്ന് പറയുമ്പോ അതൊന്നും ആലോചിക്കില്ല. മമ്മൂക്ക വന്ന് വരുന്നു, ഞാൻ അഭിനയിക്കുന്നു, അത്രയാ ഞാൻ വിചാരിക്കുന്നുള്ളൂ. പക്ഷെ ഇന്ന് ആലോചിക്കുമ്പോഴും ഞാൻ അന്നൊക്കെ പേടിച്ച് നിൽക്കേണ്ടതായിരുന്നു അല്ലേ എന്നൊക്കെ ഇപ്പൊ ആലോചിക്കുക. പക്ഷെ അന്നൊരു പേടിയൊന്നുമില്ല, വരിക ഡയലോഗ് പറയുക അങ്ങനെയുള്ളൂ. പിന്നെ ഇപ്പൊ ആലോചിക്കുമ്പോൾ മമ്മൂക്കയുടെ കൂടെ ഞാൻ അഭിനയിച്ചോ എന്നാലോചിച്ചത്. അല്ല, എനിക്ക് തോന്നുന്നു ആ സിനിമ ഈ പറഞ്ഞ മമ്മൂക്കയുടെ കൂടെ അഭിനയിച്ച് ഇപ്പോൾ ആലോചിക്കുന്നു പറയും. അന്ന് അഭിനയിക്കുമ്പോൾ ഒരു ഭയമില്ലാതെ അഭിനയിക്കുന്നു. അന്നെന്ന് പറയുമ്പോൾ ആ ഒരു വയസ്സും ആ ഒരു ഇതും എന്താ പറയാ എല്ലാം കെയർലെസ് ആയിട്ട് കാണുന്ന ഒരു ഇതായിരുന്നു. അഭിനയിക്കുന്നു, വലിയൊരു നടന്റെ കൂടെ അഭിനയിക്കുന്നു, ആ ഒരു സന്തോഷം ആയിരുന്നു. ഇപ്പോഴാണ് എനിക്ക് എന്താണ് അതൊന്നും ഇപ്പൊ എനിക്ക് പേടിയാവുക. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.